نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ആദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മാനാനാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിപാട് കൂട്ടത്തിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ. സഹോദരങ്ങളെ, ലഹരി, അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, അതിൻ്റെ അടിമകളായി തീരുന്നത് കൊണ്ട് അവർ മാത്രമല്ല അതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹവും ആ കുടുംബവും ആ കുടുംബത്തിലുള്ള ചെറിയ മക്കളുമൊക്കെയാണ്. കം തുആനി അൽ ബശരിയ മിൻ മസാഇബി വവൈലാത്തിൻ വഫിതനിൻ വആഫാത്തിൻ അൻഹകത് ഖുവാഹാ وزلزلت بنيانها وعسفت بقيمها وأحدرت ثرواتها. وإن من عظيم هذه الويلات وأخطر هذه الآفات آفات المسكرات والمخدرات. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടാക്കി തീർക്കുന്ന ഈ പ്രയാസങ്ങൾ, ഈ ലഹരിയുടെ ഉപയോഗം, അത്
ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് ചില മാനങ്ങളുണ്ട്. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഒരു ദീൻ അനുസരിച്ച് ജീവിക്കാത്ത, ദീനിയായിട്ടില്ല സമൂഹത്തിനോ അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ചിന്തിക്കാത്ത രൂപത്തിൽ നമ്മൾ ഇതിനെടുത്ത് നോക്കുകയാണെങ്കിൽ, മതവുമായി അതിനെ ബന്ധപ്പെടുത്താതെ തന്നെ നമ്മൾ അതിനെടുത്ത് നോക്കുകയാണെങ്കിലും, ലഹരി എന്ന് പറയുന്ന ഈ ഒരു വിപത്ത് സമൂഹത്തിൽ വളരെ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ വീട്ടിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിനെ നമ്മുടെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ അതിനെതിരെ സർക്കാരുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിനെ സഹായിക്കുന്ന രൂപത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ കൂടുതൽ അതിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം ഇതിനെ കാണുന്നത് എല്ലാ മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഒഴിവാക്കാനാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിച്ച് കളയരുത്, കൊന്നുകളയരുത്. ഈ മുഖദ്ദറാത്തുകൾ, ഈ മുസ്കറാത്തുകൾ അത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ കൊല്ലുകയാണ്. ചില നൈമിഷികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി എന്താണ് അവർ പറയാറുള്ളത്? ഞങ്ങൾക്ക് ഊർജം ലഭിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങൾ മറക്കാൻ സാധിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള ലഹരികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇവിടെയും ഈ നാട്ടിലും ഒക്കെയും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ, സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇസ്ലാമിന്റെ രീതിയിൽ ശിക്ഷ വളരെ അതികഠിനമായ ശിക്ഷയാണുള്ളത്. സഹോദരങ്ങളെ, അത് വിൽക്കുന്നതോ അത് ഉപയോഗിക്കുന്നതോ ഇന്നാട്ടിലല്ല ഏത് നാട്ടിലും അതിന് ശിക്ഷകൾ ഉണ്ട്. അതുകൊണ്ട് മലയാളി സുഹൃത്തുക്കളെ, അതിന്റെ ഏഴ് അയലത്ത് പോലും നമ്മൾ എത്തിക്കൂടാ, അതിനെ സഹായിച്ചുകൂടാ, അതിനെ വിൽപ്പനക്കോ അതിന്റെ ഉപയോഗത്തിനോ കൂട്ടുനിന്നുകൂടാ. ഇതൊക്കെ വളരെ ശിക്ഷയുള്ള കാര്യങ്ങളാണ്. അള്ളാന്റെ അടുക്കൽ അതിനേക്കാൾ വലിയ ശിക്ഷയുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിന് നൽകേണ്ട കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയാതെയാവുന്നു. നമ്മൾ തന്നെ സ്വയം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയ ഒരു കാര്യമുണ്ട്. അതെന്താണ്? റസൂലുള്ള പറയാണ്, അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. അഖ്റജഹു അൽ-ബുഖാരി റഹിമഹുല്ലാഹ്. ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ഹദീസാണ്. സാനിയായിട്ടുള്ള ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്നില്ല, അവൻ മുഅ്മിനാവുന്ന സമയത്ത് അവൻ വ്യഭിചരിക്കില്ല. ഈമാൻ നഷ്ടപ്പെടുന്നു. ഒരാൾ തിന്മ ചെയ്യുമ്പോ, ഒരു തെറ്റ് ചെയ്യുമ്പോ അയാളിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ചെയ്യുന്ന ആളുകൾക്ക് അയാൾക്ക് പിന്നീട് ലഭിക്കുന്നത് ആ ഈമാൻ നഷ്ടപ്പെടുന്നതിലൂടെ അയാളുടെ ആത്മീയത നഷ്ടപ്പെടുന്നു, അയാളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു. ലഹരി ഉപയോഗിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടുന്നു, അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു, അയാൾക്ക് ആളുകൾക്കിടയിലുള്ള വില നഷ്ടപ്പെടുന്നു, ദില്ലുണ്ടാകുന്നു, ന്യൂനതയുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, മാത്രമല്ല ഇത് മനുഷ്യനെ നാശത്തിലേക്കും മരണത്തിലേക്കും എത്തിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. നിങ്ങൾ കള്ള് അത് ഒഴിവാക്കണം, അത് ഉമ്മുൽ ഖബായിസാണ്. എല്ലാ മ്ലേച്ഛവൃത്തികളുടെയും മാതാവാണ് ഖംറ എന്ന് പറഞ്ഞത്. ഒരു സംഭവം എന്നിട്ട് പറഞ്ഞു തരികയാണ്. ഒരു നല്ല മനുഷ്യൻ
അയാളെ പ്രാപിക്കാൻ വേണ്ടി ഒരു വേശ്യസ്ത്രീ ആഗ്രഹിക്കുന്നു. ആ വേശ്യസ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കുകയും അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയും ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഷഹാദത്തിന് രക്തസാക്ഷിത്വം വഹിക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്നെ പ്രാപിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെറിയ കുട്ടിയെ വധിക്കണം. അദ്ദേഹം അതിനും തയ്യാറായില്ല. എങ്കിൽ ഈ കള്ള് കുടിക്കണം. അദ്ദേഹം ഏറ്റവും ചെറുതല്ലേ, ഏറ്റവും ചെറിയ തിന്മയല്ലേ എന്ന് കരുതിയിട്ട് ആ കള്ള് കുടിച്ചു. ആ കള്ള് കുടിച്ചതിലൂടെ അദ്ദേഹം ആ സ്ത്രീയെ പ്രാപിക്കുകയും പിന്നീട് കുട്ടിയെ വധിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അഖ്റജഹു നസായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മുഖദ്ദറാത്തുകളെല്ലാം, ലഹരികളെല്ലാം നമുക്ക് ദുനിയാവിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, പരലോകത്തും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ, കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംറാണ്. എല്ലാ ലഹരി ഉണ്ടാക്കുന്നത്, അത് ഹുബൂബാത്തുകളാകട്ടെ അല്ലെങ്കിൽ ഹുഖനുകളാകട്ടെ, അല്ലേ, ചില സ്റ്റാമ്പുകള്, ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ പല രീതിയിൽ മുഖദ്ദറാത്തുകള് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കറുകളായിട്ടും സ്റ്റാമ്പുകളായിട്ടും ചില ടാബ്ലറ്റുകളായിട്ടും ഒക്കെ അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മുസ്കറും, കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ മുസ്കറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും കള്ളാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മാത്രമല്ല സഹോദരങ്ങളെ, ഇതിനു വേണ്ടി ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒത്താശ ചെയ്യുകയോ അതിന് മൗനാനുവാദം നൽകുകയോ മൗനം വീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഖുതുബയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തടയണം. ഏത് നിലക്കാണെങ്കിലും തടയണം. അതിന് നമ്മൾ ഈ രൂപത്തിലുള്ള അനുവാദമോ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീം ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതിന് നമ്മൾ എന്തെങ്കിലും രൂപത്തിൽ വിശ്വാസികൾക്കിടയിൽ ഇത്തരം മ്ലേച്ഛവൃത്തികൾ പ്രചരിക്കണം, അവർക്കിടയിൽ ഈ രൂപത്തിൽ ലഹരി ഒഴുകണം എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും വിശ്വാസികൾക്ക് ഇടയിൽ ഇതിനെ പകർത്താൻ, ഇതിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ മ്ലേച്ഛവൃത്തികളെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു തആല ദുനിയാവിലും പരലോകത്തും അവരെ ശിക്ഷിക്കും. അതുകൊണ്ട് ഒരു നിലക്കും ഇതിനോട് നമ്മളെ അനുഭാവം പ്രകടിപ്പിക്കരുത്. അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്കൊക്കെ വന്നു ചേരും. വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്, പ്രവാസികൾ എന്ന നിലക്ക് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മക്കളെ അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മക്കളെ നമ്മൾ നോക്കുന്നില്ല എങ്കിൽ, അവർക്ക് വേണ്ട മതവിദ്യാഭ്യാസം നമ്മൾ നൽകുന്നില്ല എങ്കിൽ, അവരുടെ ആവശ്യങ്ങളെ നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ, അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ ഇടപെടുന്നില്ല എങ്കിൽ, ഇത്തരം ആളുകളാണ് പിന്നെ അവരെ നോക്കുക, അവരോട് നല്ല വാക്കുകൾ പറയുക, അവർക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. നല്ല ശ്രദ്ധയോടുകൂടി മക്കളെ വളർത്തേണ്ടതുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതി. നമ്മൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നമ്മളുടെ അടിയിലുള്ള പ്രജകളെ പറ്റി നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പറ്റി നമ്മൾ കൃത്യമായ ബോധ്യത്തോടുകൂടി ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. അവർക്ക് നല്ല സുഹൃത്തുക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് വരാതിരിക്കാൻ കുടുംബത്തോട് ഏറ്റവും നല്ല അടുപ്പമുള്ളവരാകുക, നമ്മുടെ മക്കളോട് ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പെരുമാറുക, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുക,
അവരുടെ സുഹൃത്തുക്കളെ നമ്മൾ അറിയുക. കാരണം ഒരാള് അയാളുടെ സുഹൃത്തിന്റെ ദീനിലാണ്, അവന്റെ മതത്തിലാണ് എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണോ ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറും. അതുകൊണ്ട് അവൻ കൂട്ടുകൂടുന്ന കൂട്ടുകാരെ പറ്റിയും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം. തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഫഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ ഹംദാ വശുക്റു ലില്ലാഹി ശുക്റൻ ശുക്റ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഉസിക്കും ദാലിം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ലഹരി അത് ഒരു സാമൂഹ്യ വിപത്താണ്. നമ്മുടെ കുടുംബത്തിലും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അത് നമ്മുടെ കുടുംബങ്ങളിലേക്കോ സമൂഹത്തിലേക്കോ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏ സത്യവിശ്വാസികൾ, നിങ്ങൾ കള്ളിനെ വെടിയണം. മറ്റു കാര്യങ്ങളുണ്ട്, കള്ളിനെ വെടിയണം നിങ്ങൾ. അതെന്താണ്? റിജ്സും മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ മ്ലേച്ഛ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ ഒഴിവാക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഇന്നമാ യുരീദു ശൈത്താൻ, ശൈത്താൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംറി വൽ മൈസിർ, ചൂതാട്ടത്തിലൂടെ അതുപോലെ തന്നെ മദ്യത്തിലൂടെ ലഹരിയിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ അദാവത്തും ബഗ്ദാവും, വിദ്വേഷവും പകയും ശത്രുതയും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട്, അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് നിങ്ങൾ തടയുകയും ചെയ്യും. വഅനിസ്വലാഹ്, നമസ്കാരത്തിൽ ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ സമയമായിട്ടില്ലേ? ലഹരി ഒഴിവാക്കാൻ സമയമായിട്ടില്ലേ? عندما سمع أصحاب رسول الله صلى الله عليه وسلم الصحابة رضوان الله عليهم قالوا انتهينا. صحابة കേട്ടപ്പോൾ ഈ ആയത്ത് لما نزل هذه الآية قالوا انتهينا, ഞങ്ങൾ അവസാനിപ്പിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ അവസാനിപ്പിച്ചു. മദീനയുടെ പിന്നെ മദ്യത്തിന്റെ പുഴ ഒഴുകിയ ഈ രൂപത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട്. രണ്ടാമത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രൂപത്തിൽ ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, ആരെങ്കിലും ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കൊണ്ടുവരണം, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തൗബ ചെയ്യാൻ വേണ്ടി അവരോട് പറയണം. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ്, ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, ഇത്തരം ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിക്കുകയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുകയും ആ ഒരു കാര്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കണം. ഖബർ ശിക്ഷയിൽ നരകശിക്ഷയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണം. എല്ലാ ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഇത്തരം ലഹരികളിൽ നിന്നും ലഹരി മാഫിയകളിൽ നിന്നും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തുരക്ഷിക്കണം. അല്ലാഹു ഞങ്ങൾ മരണപ്പെട്ടു വീട്ടിലുള്ള ബുദ്ധിമുട്ടാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദര സഹോദരന്മാർ, ഇണകൾ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ എല്ലാവരുടെയും പാപങ്ങളിൽ പുറത്തു കൊടുക്കുകയും അവരെ ഞങ്ങൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم احفظ الكويت من كل شر ومكروه. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وقل يا رب المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه.